കാർഷിക സർവകലാശാല വൈസ് ചാൻസലർ നിയമനത്തിൽ ഗവർണർക്കെതിരെ ഉന്നത വിദ്യാഭ്യാസ മന്ത്രി റോജി എം ജോൺ. നിയമനം നടത്തേണ്ടത് സംസ്ഥാന സർക്കാരാണ്. സംസ്ഥാന സർക്കാർ നൽകിയ പട്ടിക പോലും പരിഗണിക്കാതെയാണ് ടി സജിത റാണിയെ നിയമിച്ചതെന്നും റോജി എം ജോൺ പറഞ്ഞു. സർവകലാശാലകളിൽ നടത്തുന്ന ഇത്തരം നിയമനങ്ങൾ നമുക്ക് ഒരു കാരണവശാലും അതിനോട് യോജിക്കാൻ കഴിയുകയില്ല. സർക്കാർ കൃത്യമായിട്ട് സർക്കാരിൻ്റെ ഭാഗത്തു നിന്നും ലിസ്റ്റ് കൊടുത്തിരുന്നു. പക്ഷേ ആ ലിസ്റ്റ് പോലും മറികടന്നുകൊണ്ടാണ് ഇപ്പോൾ ഇത്തരത്തിലൊരു നിയമനം വന്നിരിക്കുന്നത്. സംസ്ഥാനത്ത് സർവകലാശാലകൾ എന്ന് പറയുന്നത് അതിൻ്റെ അധികാരം അത് തിരഞ്ഞെടുക്കപ്പെട്ട സംസ്ഥാന ഗവൺമെൻറ്റിൽ നിക്ഷിപ്തമായിട്ടുള്ളതാണ്. അത് ആലോചിച്ച് നടപടിയെടുക്കും. തിരഞ്ഞെടുക്കപ്പെട്ട സർക്കാരുകളുടെ അധികാരങ്ങളിലേക്കുള്ള ഒരു കടന്നുകയറ്റം എന്ന നിലയിൽ നമുക്ക് ഇതിനെ ഒരു കാരണവശാലും അംഗീകരിക്കാൻ സാധിക്കുകയില്ല. ഗവർണറുടെ തീരുമാനത്തെ തള്ളാതെയായിരുന്നു കൃഷിമന്ത്രി ടി സിദ്ദിഖിന്റെ പ്രതികരണം. അക്കാദമിക് മികവിന്റെ അടിസ്ഥാനത്തിലാണ് സർക്കാർ പേരുകൾ നിർദ്ദേശിച്ചതെന്നും അപ്പോയിന്റ് അതോറിറ്റി ചാൻസലറാണെന്നും മന്ത്രി ടി സിദ്ദിഖ് പറഞ്ഞു. പ്രോ ചാൻസലർ എന്ന രീതിയിൽ നൽകിയിട്ടുള്ള പേര്, ആ പേര് അറിയപ്പെടുന്നതായ ഒരു ഹൈ അക്കാഡമിക് എക്സലൻസ് ഉള്ളതായ അതിപ്രധാനപ്പെട്ടതായിരിക്കുന്ന ഒരു ഡോക്ടറുടെ പേരാണ്. ഗവർണർ ലോക്ഭവന്റെ ഓഫീസിൽ നിന്ന് കമ്മ്യൂണിക്കേഷൻ പ്രോ ചാൻസലറുടെ ഓഫീസിലേക്ക് കൈമാറിയിട്ടുണ്ട്. സീനിയോറിറ്റിയുടെ അടിസ്ഥാനത്തിലാണ് അവർ ആ പേര് വെച്ചിട്ടുള്ളത്. ഗവർണർ ഓപ്റ്റ് ചെയ്തിട്ടുള്ള സമീപനം സീനിയോറിറ്റി എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ക്രൈറ്റീരിയയാണ് ഗവർണർ ഓപ്റ്റ് ചെയ്തത് എന്നുള്ളതാണ് ലോക്ഭവനിൽ നിന്ന് വന്നിട്ടുള്ള കമ്മ്യൂണിക്കേഷൻ. അവർ ആ മാനദണ്ഡം സ്വീകരിച്ചുകൊണ്ട് അവർ ആ പേര് അനൗൺസ് ചെയ്തു. ഞങ്ങൾ കൊടുത്തിട്ടുള്ളതായിരിക്കുന്ന പേര് അക്കാഡമിക് എക്സലൻസിന്റെ അടിസ്ഥാനത്തിലുള്ള പേരാണ്. അവർ ഓപ്റ്റ് ചെയ്തിരിക്കുന്നത് സീനിയോറിറ്റി അടിസ്ഥാനത്തിൽ. വിവരങ്ങളുമായി ശ്രീജിത്ത് ശ്രീകുമാരൻ ചേരുന്നു. ശ്രീജിത്ത് ശ്രീകുമാരൻ, കാർഷിക സർവകലാശാല VC-ആയി സർക്കാർ നൽകിയ പട്ടിക തള്ളിക്കൊണ്ടാണ് ടി സജിത റാണിയെ ഇപ്പോൾ ചാൻസലർ കൂടിയായ ഗവർണർ നിയമിച്ചിരിക്കുന്നത്. ഇതിൽ സംസ്ഥാന സർക്കാരിൻ്റെ പ്രതികരണം വന്നു കഴിഞ്ഞു. ഉന്നത വിദ്യാഭ്യാസ മന്ത്രി ശക്തമായ ഭാഷയിൽ പറഞ്ഞപ്പോൾ കൃഷിമന്ത്രി ടി സിദ്ദിഖാകട്ടെ മൃദു സമീപനമാണ് ഈ വിഷയത്തിൽ ഇപ്പോൾ സ്വീകരിച്ചിട്ടുള്ളത്. എന്തൊക്കെയാണ് ഇതുമായി ബന്ധപ്പെട്ട വിശദാംശങ്ങൾ? ഒരു അവ്യക്തത ഇക്കാര്യത്തിലുണ്ട് സംസ്ഥാന സർക്കാരിന്റെ ഭാഗത്ത് നിന്ന് എന്ന് നമുക്ക് നിസ്സംശയം പറയാം. ആ രണ്ട് പ്രതികരണങ്ങൾ, റോജി എം ജോണിന്റെ വൈറ്റും അതുപോലെ തന്നെ ടി സിദ്ദിഖ് കൃഷിമന്ത്രിയുടെ പ്രതികരണവും അത് തന്നെയാണ് തെളിയിക്കുന്നത്. കഴിഞ്ഞ സർക്കാരിന്റെ കാലത്തും ഇത്തരം കടന്നുകയറ്റങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അതിനെ എതിർക്കുന്ന സമീപനമാണ് അന്ന് സ്വീകരിച്ചത്. അതായത് കഴിഞ്ഞ സർക്കാർ അതിനെ എതിർക്കുന്ന സമീപനമാണ് സ്വീകരിച്ചത്. അതിപ്പോഴും തുടരുമെന്നാണ് ഉന്നത വിദ്യാഭ്യാസ മന്ത്രി റോജി എം ജോൺ പറഞ്ഞത്. സംസ്ഥാന സർവകലാശാലകളുടെ അധികാരം തെരഞ്ഞെടുക്കപ്പെട്ട സർക്കാരിൽ മാത്രമാണ് നിക്ഷിപ്തം. പക്ഷേ കേന്ദ്ര സർക്കാർ ചാൻസലറെ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് അധികാരം പിടിച്ചെടുക്കാനുള്ള ശ്രമമാണ് നടത്തുന്നത് തുടങ്ങിയ അതിരൂക്ഷമായ വിമർശനം റോജി എം ജോണിന്റെ ഭാഗത്തുനിന്നുണ്ടായി. പക്ഷേ കൃഷിമന്ത്രി പറഞ്ഞിരിക്കുന്നത് സീനിയോറിറ്റിയുടെ അടിസ്ഥാനത്തിൽ ഉള്ള ഒരു നിയമനമാണ് ഗവർണർ നടത്തിയിരിക്കുന്നതെന്നാണ്. അവിടെ എവിടെയും സംഘപരിവാറിന്റെ സംഘടനയുടെ നേതാവ് അല്ലെങ്കിൽ അത്തരത്തിൽ സംഘപരിവാർ എന്നൊരു വാക്ക് ഉപയോഗിക്കാൻ കൃഷിമന്ത്രി തയ്യാറായിട്ടില്ല എന്നതും കാണാതിരുന്നു. ഇവിടെ എന്തായാലും ഈ വിഷയത്തിൽ റോജിക്ക് ഒരു നിലപാടും ശക്തമായ നിലപാടും ഒരു മൃദു നിലപാട് ടി സിദ്ദിഖിനും. അപ്പോൾ സർക്കാരിൽ ഇക്കാര്യത്തിൽ ഒരു അവ്യക്തതയുണ്ട്. അക്കാര്യത്തിൽ അടുത്ത ദിവസങ്ങളിൽ തുടർ പ്രതികരണങ്ങൾ ഉണ്ടാകുമെന്ന കാര്യത്തിൽ തർക്കമില്ല. വിവരങ്ങൾ നൽകിയത് തൃശ്ശൂരിൽ നിന്ന് ശ്രീജിത്ത് ശ്രീകുമാരൻ. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.